നവകേരള സദസ്സിനിടെ കാട്ടാക്കടയിലും സംഘർഷമുണ്ട് എന്നുള്ള വിവരം വരുന്നു. AK സ്റ്റെഫിൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. സ്റ്റെഫിൻ, എന്താണ് സംഭവിച്ചത്? നവകേരള സദസ്സിന്റെ വാഹനം, മുഖ്യമന്ത്രിയുടെ വാഹനം ഈ അരുവിക്കരയിലെ നവകേരള സദസ്സിൽ നടക്കുന്ന വേദിയിലേക്ക് കടന്നു വരികയായിരുന്നു. വഴിയിൽ കാത്തുനിന്ന പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിമു കാണിച്ചു. തുടർന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്ന DYFI പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനത്തിൽ ഒട്ടേറെ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും പോലീസ് ഈ പ്രവർത്തകരെ എല്ലാം തന്നെ പിരിച്ചുവിടാനുള്ള ശ്രമത്തിലാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും ഉള്ളത്. വലിയ തോതിലുള്ള സംഘർഷമാണ് ഈ നവകേരള സദസ്സ് കടന്നു പോകുന്ന വേദികളിലൊക്കെ തന്നെ, ഈ വഴികളിലൊക്കെ തന്നെ ഉണ്ടാകുന്നത്. പലയിടത്തും അത് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്കും വഴിവെക്കുന്നുമുണ്ട്. ഇപ്പോഴും ആ ഒരു സംഘർഷാവസ്ഥ തുടരുകയാണോ സ്റ്റെഫിൻ അവിടെ? അഞ്ജിത, ഇപ്പോഴും നിലവിൽ സംഘർഷാവസ്ഥ തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പൂർണ്ണമായി പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്നതിനോ പോലീസിന് സംഘർഷം നിയന്ത്രണ വിധേയമാക്കുന്നതിനോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. കാരണം രണ്ട് വിഭാഗം പ്രവർത്തകരും ഈ തടിച്ചുകൂടി നിന്ന് കമ്പും വടിയുമൊക്കെ ആയി തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതി, അല്ലെങ്കിൽ പരസ്പരം മർദ്ദിക്കുന്ന ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് നിലവിലും ഉള്ളത്. ഈ പോലീസിന്റെ നിയന്ത്രണങ്ങൾ പാലിച്ച്, അല്ലെങ്കിൽ പോലീസിന് ഈ പ്രവർത്തകരെ നിയന്ത്രിച്ച് ഈ സുഗമമായി വാഹനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഈ വാഹനം കടന്നു പോകുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി വീശി, തുടർന്ന് വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. നമുക്ക് വ്യക്തമല്ല എങ്കിൽ പോലും ഈ പൈലറ്റ് വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇടിച്ചു എന്നുള്ള വിവരവും വരുന്നുണ്ട്. പക്ഷെ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഒന്നും തന്നെ ഇല്ല. അങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത്തരത്തിലും ആരോപിക്കുന്നുണ്ട്. ഏതായാലും കരിങ്കൊടി കാണിച്ച പ്രവർത്തകർക്ക് നേരെ DYFI പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു. ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റാനുള്ള, അല്ലെങ്കിൽ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. വ്യാപക പ്രതിഷേധം ഈ നവകേരള യാത്ര വരുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കാട്ടാക്കടയിലും പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഇനി അരുവിക്കരയിലേക്ക് ഇപ്പോൾ വാഹനം അല്പസമയത്തിനകം തന്നെ നവകേരള സദസ്സ് നടക്കുന്ന വേദിയിലേക്ക്, അരുവിക്കരയിലെ വേദിയിലേക്ക് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി എത്തിച്ചേരും. തുടർന്ന് ഇവിടെ നിന്നും വീണ്ടും ഈ വാഹനം പോകുമ്പോൾ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും കൂടുതൽ പോലീസുകാരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും പല ഇടങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ഇത്രയധികം പോലീസുകാരെ ഈ വേദിയിൽ നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. ഇതുവരെ കണ്ടത് ഈ പ്രതിഷേധത്തിനിടെ പോലീസിന്റെയും DYFI പ്രവർത്തകരുടെയും അംഗരക്ഷകരുടെയും ഒക്കെ അടിവാങ്ങി യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ മടങ്ങേണ്ടി വരികയാണെങ്കിൽ ഇപ്പോൾ തിരിച്ചടിയും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നവകേരള സദസ്സ് തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാട്ടാക്കടയിലെ സംഘർഷത്തിന്റെ വിശദാംശങ്ങളാണ് സ്റ്റെഫിൻ പങ്കുവച്ചത്.